MSO 001 യൂണിറ്റ് 5 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കോൺസെപ്റ്റ് ആൻഡ് തിയറി ഓഫ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇൻട്രൊഡക്ഷനായി പറയുന്നത്, സ്ട്രക്ചർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നത്. ഇത് ആദ്യമായി ഉപയോഗിച്ച പദം നിർമ്മാണത്തിനാണെന്ന് പറയുന്നു. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ജീവശാസ്ത്രത്തിൻ്റെ ശാസ്ത്രമേഖലയാണ് ഉപയോഗിച്ചിരുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിലും സാമൂഹ്യ നരവംശ ശാസ്ത്രത്തിലും ഉപയോഗിക്കപ്പെടുന്ന ഈ ആശയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്നാണ് പറയുന്നത്. ഒരു വീട് ഏതു തരം സമൂഹത്തിൽ പെട്ടതാണെങ്കിലും അത് മുറികളിലായി തിരിച്ചിരിക്കുന്നു. ഓരോ മുറിയും പ്രവർത്തനങ്ങൾ നടത്തുന്നത് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഉദാഹരണമായി നമുക്ക് നോക്കാം. ഒരു മുറി ഭക്ഷണം പാകം ചെയ്യുന്നതിന് അസംസ്കൃത വസ്തുക്കളും പാത്രങ്ങളും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അതിനെ നമ്മൾ അടുക്കള എന്നാണ് പറയുന്നത്. മറ്റൊരു മുറി പുണ്യദേവതകളുടെയും പൂർവികരുടെയും വിഗ്രഹങ്ങളും ചിത്രങ്ങളും സ്ഥാപിക്കുന്നു. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? പൂജാമുറി എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു വീട്ടിൽ നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ മുറികളായിട്ട് തിരിക്കും. അത് പല പല ഘട്ടങ്ങളിലൂടെ, ഒന്ന് പാചകം ചെയ്യുന്നു, പിന്നെ ഒരു സ്റ്റോർ റൂം, അങ്ങനെ ഹാള്, അതിഥികൾ വന്ന് ഇരിക്കാനുള്ള റൂം, അങ്ങനെ പലതരത്തിലായിട്ടാണ് തരംതിരിക്കാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ മുറികൾ കിടക്കുന്നതിനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഓരോ മുറികളും അതിൻ്റെതായ ഉപയോഗങ്ങളിലൂടെയാണ് ഉപയോഗിച്ച് വരുന്നത് എന്ന് പറയുന്നു. ഒരു വീടിൻ്റെ മുറികളെ പലതരത്തിൽ തരംതിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അത് പഠനമുറിയായിരിക്കാം, സ്റ്റോർ റൂം ആയിരിക്കാം, അതിഥികൾ വന്ന് ഇരിക്കാനുള്ള റൂം, ടോയ്ലറ്റ്, ബാത്റൂം, അതുപോലെ കുട്ടികളുടെ മുറി, അങ്ങനെ തുടങ്ങിയ പദങ്ങളെല്ലാം ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗം പ്രത്യേകമായി നമ്മൾ തരംതിരിക്കുകയും അതിന് ഓരോ തരത്തിലുള്ള ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ ഓരോ മുറികൾക്കും അല്ലെങ്കിൽ ഓരോ റൂമിനും അതിൻ്റെതായ വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത ഉണ്ടെന്നും അതിനെയാണ് ഒരു ഉദ്ദേശത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്ഥലത്തിൻ്റെ വിസ്തീർണം കുറവാണെങ്കിലും ഈ മുറികളിൽ പലതും ഉണ്ടാകണമെന്നില്ല. ഒരു വീട്ടിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലമാണ് പറഞ്ഞാൽ അതിൽ പരിമിതമായിട്ടുള്ള മുറികളും അതുപോലെ തന്നെ വിശാലമായിട്ടൊന്നും ഒരു വീട് നിർമ്മിക്കാൻ പറ്റില്ല. ആ ഒരു പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലാണോ നിർമ്മിക്കാൻ പറ്റുള്ളൂ ആ ഒരു പരിധിക്കുള്ളിൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു വശം അത് എന്ത് തന്നെയാണെങ്കിലും നമ്മളെല്ലാവരും ഏത് ചെറിയൊരു സ്ഥലത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഉപയോഗിക്കാൻ പറ്റുന്ന മുറികൾ നിർമ്മിച്ചിട്ടേ ബാക്കിയുള്ള മുറികൾ നിർമ്മിക്കുകയുള്ളൂ. ഒരു വീടിൻ്റെ വ്യത്യസ്ത മുറികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടനാഴികൾ എന്നിങ്ങനെ വ്യത്യസ്ത മുറികളെ സംബന്ധിക്കുന്നു. അത് ഒരു ഭാഗത്തിൽ നിന്ന് മറ്റു ഭാഗത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറയില്ലേ, ഇപ്പം നമ്മളൊരു ഹാളിൽ നിന്ന് ഒരു റൂമിലേക്കാണ് അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് പറഞ്ഞാൽ അതിനെന്താണ് ഒരു സഞ്ചാരപാത, അതായത് വാതിലുണ്ടാവും അല്ലേ, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുറന്നിരിക്കുമ്പോൾ അത് വീടിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നിരന്തരം ഇടപഴകുകയും ഓരോ മുറിക്കും അതിൻ്റെതായ തരംതിരിവുകൾ കാണുന്നു. അതുപോലെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ മറ്റു മുറികളിൽ നിന്ന് വേർതിരിക്കാനും ഇത് സാധിക്കുന്നു. ഓരോ റൂമിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കാനും അത് വേർതിരിച്ച് എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു. മുറിയിൽ സ്വയം നിലം ഉറപ്പിച്ചുകൊണ്ട് മുറിയുടെ മുഴുവൻ ഒരാൾ അതിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നുകൊണ്ട് അതിനെ നോക്കുമ്പോൾ അത് വീടിൻ്റെ ഒരു ഭാഗമാകുന്നതിന് സമാനമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത് വളരെ ചിട്ടയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയും.
ഒരു ഗ്രാമത്തിലെയോ അയൽപക്കത്തിലെയോ വീടുകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഗ്രാമമോ അയൽപക്കമോ അതിൻ്റെ ഗ്രാമത, അതായത് സമഗ്രമായ ഒരു ഗ്രാമമോ അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന അവരുടെ ഒരു കൂട്ടായ്മയോ, അതുപോലെ അയൽപക്കം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓരോ വീടിൻ്റെ തൊട്ട് അടുത്തുള്ളവരുടെ ഒരു കൂട്ടായ്മയെ സമഗ്രത, അവർക്കിടയിലുള്ളൊരു ഒത്തുചേരൽ എപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഇതൊരു യൂണിറ്റുകളുടെ ഭാഗമാണ്. ഓരോ ഗ്രാമമോ അയൽപക്കമോ അതിൻ്റെ ഐഡന്റിറ്റി നിലനിർത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഒരു വീട് എന്താണെന്നും അത് എങ്ങനെയായിരിക്കണമെന്നും ഒരു വ്യക്തിക്ക് അറിയുന്നു. അതിൻ്റെ മാതൃക വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു താൽക്കാലിക ആശയം രൂപപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ ആശയം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഉപയോഗിച്ച് പണ്ഡിതന്മാർ നിർമ്മിക്കുകയും ചെയ്യുന്നു. നിർമ്മാണത്തിന്റെ സാധ്യത ആദ്യമായി ഉപയോഗിച്ച ഒരാളായിരുന്നു സ്പെൻസറാണ്. ഈ ഒരു നിർമ്മാണം, എന്താണ് നിർമ്മാണം, അതിൻ്റെ സാമ്യം ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സ്പെൻസറാണ്. എന്താണ് നിർമ്മാണം? അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഒരു വീടിന്റെ ഒരു നിർമ്മാണം, ഉദാഹരണമായി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വീടിന്റെ ഒരു നിർമ്മാണത്തിലൂടെയാണ് നിർമ്മാണം എന്ന വാക്ക് അല്ലെങ്കിൽ ഒരു പദം രൂപപ്പെടുത്തി എടുക്കുന്നത്. അതിൽ നിറയെ ആശയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തിന്റെ ആശയം മനസ്സിലാക്കാൻ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ രൂപീകരണ ഘട്ടത്തിൽ ഉപയോഗിച്ച എല്ലാ സാമ്യതകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാമ്യം ജീവിയുടേതാണെന്നാണ് പറയുന്നത്. സ്പെൻസർ ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ ഘടന എന്ന പദത്തെക്കുറിച്ചുള്ള ആശയം മനസ്സിലാക്കുന്നതിന് സാമ്യം പ്രധാന കാരണമായി മാറുന്നു എന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് അനോളജി ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു ജീവി അവയവങ്ങളെ, ഒരു അവയവത്തെ കലകളെയും ഒരു കലയെ കോശങ്ങളായും വിഭജിക്കുന്നു. അതിൽ ഒന്ന് പഠനത്തിനായി എടുക്കുന്നു. സമാനമായി സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പറയുന്നു. ഒരു സാമൂഹികവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തിയുടെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും അർത്ഥവത്തായ സാമൂഹിക പെരുമാറ്റ രീതികളും ആന്തരികവൽക്കരിച്ച് ഒരു വ്യക്തിയുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നു. പിന്നെ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അവർ ഒരു ഗ്രൂപ്പായി മാറുന്നു. സമൂഹങ്ങളുടെ കൂട്ടത്തെ പിന്നീട് സമൂഹം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഒരു സമൂഹത്തെ സമൂഹങ്ങളായി വിഭജിക്കുകയും അത് ഗ്രൂപ്പുകളും അതിൽ തന്നെ ഒരു ഗ്രൂപ്പുകളായി വ്യക്തികളെ വിഭജിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഉദാഹരണം എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. ഒരു കോശത്തിന് ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ, അതായത് ഒരു കോശം ഏകകോശ ജീവി അല്ലെ, അത് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ എന്താണ്, ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏകകോശ ജീവികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും, പക്ഷെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സാധിക്കില്ല. ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടും അല്ലെങ്കിൽ സമൂഹവും അവരുടെ കുടുംബവും എല്ലാവരും ചേർന്നതാണ് ഒരു വ്യക്തിയായി രൂപപ്പെടുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരിസ്റ്റോട്ടിൽ വളരെ കാലം മുമ്പ് പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരാൾ ഒന്നുകിൽ ഒരു മൃഗമോ ദൈവമോ ആയിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ എന്താണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്? അത് ഒന്നില്ലെങ്കിൽ ഒരു മൃഗമോ അല്ലെങ്കിൽ ദൈവമോ ആയിരിക്കും. അവർക്ക് മാത്രമേ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഘടനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ 3 അർത്ഥങ്ങളുണ്ട്. ഘടന എന്നതുകൊണ്ട് ഭാഗങ്ങളുടെ പരസ്പര ബന്ധിതത്വം എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടതല്ല, മറിച്ച് ഘടന എന്ന പദം ഉപയോഗിക്കാവുന്ന ഒരു കൂട്ടം ബന്ധങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ഒരുമിച്ചിട്ടുള്ള പ്രവർത്തനത്തെയാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു ഘടനയുണ്ട്.
അത് ഇല്ലെങ്കിൽ ഒരു ജോലിയും അസ്തിത്വവും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതായത് ഒരു ജോലിയും എല്ലാത്തിനും ഒരു ഘടന രൂപപ്പെടുന്നു. അതില്ലെങ്കിൽ ഒരു പ്രവർത്തനവും ഒരിക്കലും നടക്കില്ല എന്നാണ് പറയുന്നത്. ഘടന എന്നത് ഒരു ഐഡന്റിറ്റി ഭാഗമാണ്. പരസ്പരം പെട്ടിരിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഐഡന്റിറ്റി ഒരു സംയോജനത്തെ മൊത്തമായി എടുത്തു പറയേണ്ട ഒന്നാണെന്നാണ് പറയുന്നത്. വിശകലനത്തിനായി അതിനെ വ്യക്തമായ ഭാഗങ്ങളായി അതിന്റെ ഓരോ ഭാഗങ്ങളെയും വ്യക്തമാക്കിക്കൊണ്ട് വിഭജിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഘടന എന്നാൽ ഭാഗങ്ങളുടെ പരസ്പര ബന്ധിതത്വം എന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഈസ് എ റിയാലിറ്റി. A.R. റാഡ്ക്ലിഫ് ബ്രൗൺസിനെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്പെൻസർ സാമൂഹ്യ ഘടന എന്ന പദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ സമൂഹങ്ങളും ജീവികളും തമ്മിലുള്ള സാമ്യത മുന്നോട്ട് വച്ച അതിനെക്കുറിച്ച് ഒരു സൈദ്ധാന്തിക വീക്ഷണം നൽകാമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇത് ഘടനയുടെയും പ്രവർത്തനത്തിന്റെയും ആശയങ്ങൾ വികസിപ്പിക്കുന്നതിൽ പിൻകാല പണ്ഡിതന്മാരെ സ്വാധീനിച്ചുവെന്നും പറയുന്നു. പിന്നെ ഡാർഗെയിം സാമൂഹ്യ ശാസ്ത്രങ്ങളിലെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ആശയം ജീവജാലങ്ങളെയും സമൂഹം തമ്മിലുള്ള സാമ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം സാമൂഹ്യ രൂപഘടന എന്ന പദം ഉപയോഗിച്ചു. അത് സാമൂഹ്യ ഘടന എന്ന പദം കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇനി നമ്മൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് എ നാച്ചുറൽ സയൻസ് ഓഫ് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ സൈദ്ധാന്തികമായ പ്രകൃതി ശാസ്ത്രമാണ് ഇത്. സാമൂഹ്യ പ്രതിഭാസങ്ങൾ പ്രകൃതിദത്തവും ജൈവപരവുമായ ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രീതികൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഓരോ ശാസ്ത്രത്തിനും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അന്വേഷിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇത് നിരീക്ഷണത്തിന് വിധേയമാണ്. ഓരോ ശാസ്ത്രത്തിനും നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിരീക്ഷിച്ച് അതിനെ നിരീക്ഷിക്കുകയും അതിന് ഓരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കുന്നു എന്ന് പറയും. റാഡ്ക്ലിഫ് ബ്രൗൺ പ്രകൃതിശാസ്ത്രത്തിന്റെ സാമ്യത്തെ പിന്തുടർന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ഓരോ ശാസ്ത്രവും അത് ബന്ധപ്പെട്ട ഒരു ഘടന മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും അവയുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തുന്നു. എല്ലാ ശാസ്ത്രവും പ്രത്യേകതയിൽ നിന്ന് പൊതുവായതിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സാമൂഹ്യ ഘടനയാണ് സാമൂഹ്യ നരവംശാസ്ത്രത്തെ പഠിക്കുന്നത് എന്ന് പറയുന്നു. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ചുള്ള ആശയം അദ്ദേഹത്തിന്റെ പ്രകൃതിശാസ്ത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിശാസ്ത്രത്തെ കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണെന്ന് പറയുന്നു. പ്രകൃതിശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അതിനെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് അതിലെ പ്രവർത്തനങ്ങളെയാണെങ്കിൽ അതിലെ ആശയങ്ങളെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ദ കണ്ടന്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സംഗീത രചനയുടെ ഒരു ഭാഗത്തിന് ഒരു ഘടനയുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗങ്ങൾ കുറിപ്പുകളാണ്. കുറിപ്പുകളായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു വാക്യത്തിന് ഒരു ഘടനയുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ വാക്കുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. സാമൂഹിക ഘടനയുടെ അടിസ്ഥാന ഭാഗം വ്യക്തിയാണ്. എപ്പോഴും ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് വ്യക്തികൾ തന്നെയാണ്. അതിലൂടെയാണ് ഓരോ കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്ക് തന്നെയാണ്? വ്യക്തികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. റാഡ്ക്ലിഫ് ബ്രൗൺ ഒരു വ്യക്തിയെയും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ജൈവജീവിയാണ്. സങ്കീർണമായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു വലിയ സംഖ്യ തന്മാത്രകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. അത് അവൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിരവധി ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെങ്കിലും
സൂചിപ്പിക്കുന്നത് അത് ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്നത്. അത് പല പല തരത്തിൽ പല പല മേഖലയിലൂടെ ആയിരിക്കും ഓരോ വ്യക്തികളുടെ കഴിവ് തെളിയിക്കുകയും അത് സമൂഹത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ആണെങ്കിലും ശരി, ഒരു കൂട്ടായ്മയുടെ വളർച്ചയ്ക്കാണെങ്കിലും ശരി, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്കാണെങ്കിലും ശരി, ലോകത്തിന്റെ വളർച്ചയ്ക്കാണെങ്കിലും ഇത് സഹായിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് വിജയത്തിലേക്ക് നയിക്കാൻ എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാത്തിനും കാരണമാകുന്നത്. ഒരു വ്യക്തിയാണ് പല പല മേഖലയിലേക്ക് കടന്നു ചെന്ന് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സമൂഹം, ഒരു ലോകം അല്ലെങ്കിൽ ഒരു പല പല തലങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യ സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും ഇത് പഠന യൂണിറ്റ് ആണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വ്യക്തിയെ എടുക്കുന്നത് ഒരു പഠന യൂണിറ്റ് ആയിട്ട് തന്നെയാണ് ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ അവർക്കുള്ളത്. ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ പൗരനാണ്, ഒരു കുടുംബത്തിലെ അംഗവുമാണ്, ഒരു രാഷ്ട്ര പാർട്ടിയുടെ പിന്തുണക്കാരനുമാണ്, ഒരു മത ആരാധനയുടെ അനുയായിയുമാണെന്നാണ്, ഒരു അയൽപക്കത്തെ താമസക്കാരനാണ്, പലതരത്തിൽ ഉൾപ്പെടുന്നു. വ്യക്തി വഹിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ഓരോന്നും ഒരു സാമൂഹ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഓരോ സ്ഥാനവും മറ്റ് ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒരു വ്യക്തി പല പല മേഖലയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. ഇദ്ദേഹം ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന വ്യക്തിയാണ്, ഒരു രാഷ്ട്ര പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. പിന്നെ ആരാധനയുടെ അനുയായി, അങ്ങനെ പല ആരാധനയിലൂടെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ ഒരു പൗരനാണ്. അങ്ങനെ പല പല മേഖലയിലേക്ക് അല്ലെങ്കിൽ പല പല രീതിയിൽ ഒരു വ്യക്തിയെ വികസിപ്പിക്കാൻ, ആ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഒരു സാമൂഹിക ഘടനയിൽ ഒരു സ്ഥാനം വഹിക്കുന്ന, ഒരു സാമൂഹിക ഘടനയിൽ ഒരു മനുഷ്യൻ വഹിക്കുന്ന സ്ഥാനത്തിന് റാഡിക്ലിഫ് ബ്രൗൺ സാമൂഹ്യ വ്യക്തിത്വം എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ ഓരോ നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെയും നടത്തി ഇദ്ദേഹം ഒരു വ്യക്തിയുടെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഇദ്ദേഹം ചെയ്തത്. സമൂഹം എന്നത് വ്യക്തികളുടെ ക്രമരഹിതമായ സംയോജനമല്ല, മറിച്ച് മാനദണ്ഡങ്ങളുടെ മൂല്യങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഘടിത സംവിധാനമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തിക്ക് ഈ മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായി താൻ എങ്ങനെ പൊരുത്തപ്പെടുമെന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു സമൂഹവുമായി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നത് എന്ന് സ്വയം തന്നെ അല്ലെങ്കിൽ ഓരോ കണ്ടെത്തലുകളിലൂടെ ഇദ്ദേഹം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. റാഡിക്ലിഫ് സാമൂഹിക ഘടനയിൽ ഇനി പറയുന്ന അതായത് ഇനി അവർ രണ്ട് വശങ്ങളായിട്ട് പറയപ്പെടുന്നു. ഒരു സാമൂഹിക ഘടന എങ്ങനെയാണ് ഉള്ളത് എന്ന് രണ്ട് വശങ്ങളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിയും തമ്മിലുള്ള എല്ലാ സാമൂഹിക ബന്ധങ്ങളും, അതായത് വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തിപര ബന്ധങ്ങൾ, അതായത് വ്യക്തിപര ബന്ധങ്ങൾ ഉദാഹരണത്തിന് ഏതൊരു സമൂഹത്തിന്റെയും ബന്ധുത്വത്തെ ഘടനയിൽ അച്ഛനും മകനും ഒരു ബന്ധത്തിന്റെ ഒരു ഘടനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അച്ഛനും മകനും, അമ്മയും മോളും, അമ്മയുടെ സഹോദരനും സഹോദരിയും, അങ്ങനെ തുടങ്ങിയ നിരവധി ബന്ധങ്ങളെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് വ്യക്തികളെയും വർഗങ്ങളെയും അവരുടെ സാമൂഹ്യ പങ്ക് അനുസരിച്ച് വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധം, പ്രഭുക്കന്മാരും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം, തൊഴിലാളി ഉടമകളും ജീവനക്കാരും മുതലായവ സാമൂഹ്യ ഘടനയുടെ വശങ്ങളാണ്. ആളുകളും തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ നിർണ്ണയിക്കുകയും ഇവരാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ അല്ലെ, ജീവനക്കാരും തൊഴിലാളികളും തമ്മിലുള്ള ഇടപഴകുന്ന രീതി തന്നെ വ്യത്യാസമായിരിക്കും. അതുപോലെ പ്രഭുക്കന്മാരും സാധാരണക്കാരുടെയും ജീവിത രീതിയും
രീതിയും അവരുടെ പെരുമാറ്റ രീതിയും വ്യത്യസ്തമായിരിക്കുമെന്ന് പറയുന്നു. പുരുഷന്മാരും സ്ത്രീകളുടെയും ചിന്താഗതിയും അതുപോലെ അവരുടെ പ്രവർത്തന രീതിയും വ്യത്യസ്തമാണെന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്ത് പറയുകയാണെങ്കിൽ അത് തികച്ചും വ്യത്യസ്തം. പഴയകാല രീതിയെ പോലെയല്ല ഇന്നത്തെ കാലത്തിൽ ഉള്ളവർ ജീവിക്കുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങളും അവരുടെ എല്ലാവരും ഒന്നാണെന്ന് എന്ന രീതിയിലേക്ക് മാറി. പക്ഷെ ഇത് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ സോഷ്യോളജി അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു നിർമ്മിതി അല്ലെ ഒരു വ്യക്തിയുടെ രൂപപ്പെടുത്തലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്താണ് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതികളിലെല്ലാമാണ് നമ്മൾ വന്നത് എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ അവസ്ഥയുടെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സാമൂഹിക ഘടന നിരീക്ഷിക്കാവുന്നതും അനുഭവപരമായും പൂർണ്ണതയിലേക്ക് എത്തുകയാണ് എന്നാണ്. അനുഭവത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്ന്. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സമൂഹത്തിൽ ഒരു സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞർ തന്റെ ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അതിന്റെ സാമൂഹിക ഘടനയെയാണ്. നേരിട്ട് നിരീക്ഷിക്കേണ്ട യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്ന ഒരു മൂർത്ത യാഥാർത്ഥ്യം എന്നാൽ അദ്ദേഹം നിരീക്ഷിക്കുന്നതിൽ നിന്ന് ആ സമൂഹത്തിന്റെ ഒരു പൊതു ചിത്രം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. റാഡ്ക്ലിഫ് സാമൂഹിക ഘടനയെയും ഘടനാപരമായ തരത്തിലെയും തരത്തിനെ അല്ലെങ്കിൽ രൂപവും തമ്മിൽ വേർതിരിച്ചു കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇത് ശാസ്ത്ര സങ്കല്പവും സാമൂഹ്യ നരവംശ ശാസ്ത്രത്തെ സമൂഹത്തിന്റെ പ്രകൃതി ശാസ്ത്രം എന്ന നിലയിൽ ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഘടനയുടെ രൂപത്തെ കുറിച്ചാണ് ആശങ്കപ്പെടുത്തുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു ഓസ്ട്രേലിയൻ ഗോത്രത്തെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു നരവംശ ശാസ്ത്രജ്ഞൻ അമ്മയുടെ സഹോദരനും സഹോദരിയുടെ മകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പമാണ് ഇവിടെ പറയുന്നത്. ഈ ബന്ധത്തിന്റെ യഥാർത്ഥ ബന്ധത്തെ കാണിച്ചു തരുവാൻ അദ്ദേഹം നിരീക്ഷിക്കുന്ന ഘടനാപരമായി പൊതുവായതും അതായത് മാറ്റമില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന്. സാമൂഹ്യ ഘടന കാലക്രമേണ തുടരുകയാണ് ചെയ്യുന്നത്. റാഡ്ക്ലിഫ് ചലനാത്മക തുടർച്ച എന്ന് വിളിക്കുന്ന ഒരു തരം തുടർച്ചയെ ഒരു ശരീരത്തിന്റെ ജൈവഘടനയെ പോലെയാണെന്ന് പറയുന്നു. ജനനം അല്ലെങ്കിൽ കുടിയേറ്റം കാരണം ഒരു സമൂഹത്തിൽ പുതിയ അംഗങ്ങളുടെ നിയമിക്കുകയും കാലക്രമേണ സാമൂഹ്യ ഘടന മാറുമ്പോൾ അതിന്റെ ഘടനാപരമായ രൂപത്തെ സൂചിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തുടർച്ചയെയും ആപേക്ഷിക സ്ഥിരതയെയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഘടനാപരമായ രൂപം ചിലപ്പോൾ ക്രമേണ ചിലപ്പോൾ പെട്ടെന്ന് മാറുകയും അപ്പോഴും ഘടനയുടെ ഒരു തരം തുടർച്ച നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞരും എന്ന നിലയിൽ അവർ കൃത്യമായി ഘടനാപരമായ രൂപത്തെ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ വിഘടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. റാഡ്ക്ലിഫ് ബ്രൗണിന് സാമൂഹ്യ നരവംശ ശാസ്ത്രത്തിന് ഒരു രീതി മാത്രമേ ഉള്ളൂ, അതായത് താരതമ്യ രീതി. കാരണം നമ്മെ പൊതുവായതിലേക്ക് നീങ്ങുവാൻ സഹായിക്കുന്നു. സാമൂഹിക ഘടനയാണ് പഠിക്കുന്നത് എങ്കിലും എത്തിച്ചേരുന്നത് ഘടനാപരമായ തരത്തിലേക്കാണ് എന്നാണ് പറയുന്നത്. സൊസൈറ്റി ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സാമൂഹിക ഘടനയെ നിർവഹിച്ചത് റാഡിക്ലിഫ് ആണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ആശ്രമം പ്രശംസകൾ ഇദ്ദേഹത്തിന്റെ ഓരോ സംഭവത്തിനും പ്രശംസകൾ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് കടൽ തീരത്ത് ഒരു പ്രത്യേക കടൽ ഷെൽ ഞാൻ എടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഘടനയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിൽ ഉടനടി വരുന്ന ഒരു ചോദ്യം ഇതാണ് അല്ലെ, ഞാൻ എന്താണ് പഠിക്കേണ്ടത്? കടൽ തീരമാണോ അതിന്റെ ഘടനയെ കുറിച്ചാണോ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ ഓർക്കുക. ഇത്തരത്തിലുള്ള ചിന്തകൾ റാഡ്ക്ലിഫ് ഇദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ വരികയും ചെയ്യുന്നു. സമാന ഘടനയുള്ള അതേ
സ്പീഷീസിനെ മറ്റു ഷെല്ലുകൾ ഞാൻ കണ്ടെത്തുകയും അദ്ദേഹം കണ്ടെത്തുകയും അതിന്റെ സ്വഭാവ സവിശേഷതകൾ ഒരു ഘടനയുണ്ടെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എന്താണ്? ഒരു കടൽ തീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കടൽ തീരത്തെ കുറിച്ചാണോ പഠിക്കേണ്ടത്, അതിന്റെ ഘടനയെ കുറിച്ചാണോ പഠിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് മുന്നിൽ വരുന്നത് ഘടനയാണോ പഠിക്കേണ്ടത്, അതെ കടലിനെ കുറിച്ച് വിശദീകരിക്കുകയാണോ വേണ്ടത് എന്താണ് അദ്ദേഹത്തിന് ഒരു ചോദ്യമായി ഉയർന്നു വരികയും അദ്ദേഹം അവസാനം ഒരു ഘടനയിലേക്ക് ഒരു ഘടനയുണ്ടെന്ന്, അതായത് ഒരു കടലിനെ കുറിച്ച് ഒരു ഘടനയുണ്ട് എന്ന് സ്വന്തം തന്നെ ഒരു ഘടനയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. റാഡ്ക്ലിഫ് ബ്രൗൺ സാമൂഹ്യ ഘടന എന്ന് വിളിക്കുന്നതിനെയാണ് പലരും സമൂഹം എന്ന് വിളിക്കുന്നത്. എന്താണ്? സാമൂഹ്യ ഘടന തന്നെയാണ് സമൂഹമായി മാറുകയും സമൂഹം തന്നെയാണ് സാമൂഹ്യ ഘടനയായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നതെന്ന് പറയുന്നു. നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ ഒത്തുകൂടിയുള്ള പ്രവർത്തനത്തെയാണ് സാമൂഹ്യ ഘടന